എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് ജോർജിയയിലെ സെക്കൻഡ് ഡേ വീഡിയോ ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 11 മണിക്കാകുമ്പോൾ ഗൈഡ് വരുമെന്ന് പറഞ്ഞ് 11 മണിക്കാകുമ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ ചെയ്തത്. ഗൈഡിൻ്റെ കാറിലാണ് പോയത്. കാറിൽ പോകാൻ മാത്രമുള്ള ലോങ് ഒന്നുമില്ല, കാരണം ടിബിലിസി സിറ്റിയിലേക്കാണ് ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ വരുന്നത്. അത് നമ്മളെ റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ്സൊക്കെ നടക്കാനുണ്ടാവുള്ളൂ. പിന്നെ ഗൈഡ് നമ്മൾ അവരെ കാറിൽ കൊണ്ടുപോകുന്നതാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ഗാർഡനാണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക. പിന്നെ കൂടെ നടക്കുന്ന നമ്മളെ ഗൈഡാണ് കേട്ടോ. അടിപൊളിയായിരുന്ന പേഴ്സണൊക്കെ. പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഫോട്ടോസ് ഇങ്ങനെ എടുക്കെടുക്ക് നമ്മൾ പറയാതെ തന്നെ എടുത്തുതരാം, ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഗാർഡന് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര നെയ്റ്റും എന്താ പറയുക, അധികം വെയിലൊന്നുമില്ല, അപ്പോൾ ഇരിക്കാനൊരു സുഖമുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയിട്ടോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഈ ബ്രിഡ്ജാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എല്ലാവരും വന്നെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ബ്രിഡ്ജ്. ഇത് ടൂറിസ്റ്റുകൾക്കും കൊടുക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പേരെന്താ വെച്ചാൽ ബ്രിഡ്ജ് ഓഫ് പീസ് എന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഇനി വേറെ എന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ കയറി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പിക്ക് എടുക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ സ്റ്റീലിൻ്റെ ഒക്കെ ഒരു എന്തോ അലുമിനിയം വെച്ചിട്ടുള്ള സെറ്റപ്പൊക്കെ ആണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇത് വായിക്കുന്ന ഒരാളെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കേൾക്കാൻ. പിന്നെ അവർക്ക് എന്തോ കണ്ണിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നണം. അപ്പം അങ്ങനെ ചെറിയൊരു പൈസ ഇട്ട് കൊടുത്ത്, അങ്ങനെ പൈസ ഇട്ട് കൊടുക്കാനും കൂടെയാണ് അവരത് ചെയ്യണത്. പിന്നെ മയിൽ, അതുപോലെ തന്നെ കുരങ്ങന്, പിന്നെ കുറേ ബേഡ്സ് അങ്ങനത്തെ ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ഓരോ എടുത്ത് തരും, നമ്മളതിന് പിടിച്ച് നിൽക്കാന്നുള്ള ഒരിതാണ് കേട്ടോ. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കേബിൾ കാറിൽ കയറാനുള്ള രീതിക്ക് ഗാർഡൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ കേട്ടോ കേബിൾ കാർ വരുന്നത്. അവിടേക്ക് പോയപ്പോൾ ഭയങ്കര ക്യൂ. പിന്നെ ഇപ്പം ചെയ്യേണ്ടെന്നുള്ള രീതിക്കായി, കാരണം നല്ല വെയിലുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണോ നോക്കിയിട്ട് അതിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് ചർച്ച് കാണാമെന്നുള്ളതാണ് കേട്ടോ. അവർ ചർച്ചിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം അച്ഛന്മാർക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ അവിടെ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എന്തോ ഒരു സ്റ്റോറി ഉള്ളൊരു പ്ലേസാണിത്. അതിനെന്താ സൾഫർ ബാത്ത് എന്നിട്ടാണ് പറയുക. എന്തോ ഒരു ഭംഗിയുള്ളൊരു പ്ലേസ് കേട്ടോ. ഒരു പള്ളിയൊക്കെ പോലത്തെ ഒരു ഇങ്ങനെ കുറച്ച് ബിൽഡിങ്ങൊക്കെ കണ്ട്. പിന്നെ നല്ല രസമുണ്ട് ഇത് ഡയറക്റ്റ് കാണാൻ ഈ സ്ഥലങ്ങളൊക്കെ. ഇതിനൊക്കെ എന്തൊക്കെ സ്റ്റോറി ഉണ്ട് കേട്ടോ. പിന്നെ ഈ രണ്ട് സൈഡിലൊരു റെഡ് കളർ കണ്ടില്ലേ, അത് ഫുള്ള് ചാവിയാണ് കേട്ടോ. റബ്ബർ, നമ്മളെ ഹെയറിനിടുന്ന റബ്ബർ അങ്ങനത്തെ ചാവിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയതാണ് അവർ. പിന്നെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഗാർഡൻ്റെ ആ ഒരു ഏകദേശം എത്താൻ പറ്റും കേട്ടോ. അത്രയും നമ്മൾ നടന്നിട്ടാണ് ഈ ഒരു ചർച്ചിലേക്ക് വന്നതും ഈ ഒരു ബാത്തിലേക്ക് വന്നതും കേട്ടോ നമ്മൾ. അപ്പോൾ ഇനിയും കുറേ നടക്കേണ്ട. ഞാനാണെങ്കിൽ ക്ഷീണിക്കും ചെയ്തേക്കണ്, കാരണം എനിക്ക് ഇങ്ങനെ ഒരു വെയിലാട്ടി നടക്കുന്ന ഒരു സ്വഭാവം ഇല്ല ആദ്യം. എനിക്ക് വേഗം ക്ഷീണം പിടിക്കും. അതുകൊണ്ട് ഞാനൊന്ന് സൈഡായിക്കേനെ. അപ്പോൾ നിസ്കാക്ക് അവിടുന്ന് കുട വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് എന്തായാലും സൾഫർ ബാത്ത് കൂടെ പോകുമ്പോൾ അപ്പുറം കടക്കാൻ പറ്റും. അത് ആ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ കയറിയിട്ട് വേണം അപ്പുറം കടക്കാൻ. പക്ഷേ ആ സ്റ്റെപ്പ് കയറുന്നത് തന്നെ സ്ട്രൈറ്റ് നടക്കുന്നതിനേക്കാൾ ഭയങ്കര എഫേർട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളഞ്ഞിട്ട് നിർത്താതെ ഇങ്ങനെ കയറണം. ഓരോരുത്തർ ബാക്കിൽ ഉണ്ടെന്നാലും. അങ്ങനെ അത് കയറി കുറച്ച് അപ്പുറമൊക്കെ എന്നിട്ടും എത്തുന്നില്ല സ്ഥലം. ഞാൻ നിസ്കാക്ക് അത്രയും ടയേർഡായിക്കണം കേട്ടോ. എല്ലാവരും ടയേർഡായിക്കണേ, കയറിയ ആൾക്കാരൊക്കെ ടയേർഡായിട്ടാണ് നടക്കുന്നത് കണ്ടില്ലേ. നമ്മൾ ഇതിലൂടെയൊക്കെ വേറെ എന്തോ കാണാനുണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല കേട്ടോ. അവൻ പറഞ്ഞ് ഇതിലൂടെ പോകണത് എന്താ വെച്ചാൽ അപ്പുറം കടക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ വഴി കാണുന്നില്ല. നേരെ സ്ട്രൈറ്റ് ഇടുന്നപ്പോൾ അപ്പുറം കടക്കാനുള്ള വഴി കാണുന്നില്ല. അങ്ങനെ ഗൈഡ് വേറെ അതിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു ലെഫ്റ്റിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്, അതിലൂടെ നടക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ റോഡ് എത്തുമെന്നാണ് പറഞ്ഞത് കേട്ടോ, ഗാർഡനിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഇത് നമ്മളെ ബെറീൻ്റെ ആണ് കേട്ടോ. അത് ഗൈഡാണ് പറയണത് നമ്മളെ ബെറീൻ്റെ ചെടിയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. കുഞ്ഞു ബെറിയൊക്കെ അങ്ങനെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡിലും ഉണ്ടായിരുന്നു. അത് ലാസ്റ്റിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അവിടുന്ന് കാറിൽ കയറുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റിലൊന്നും നമ്മൾ കണ്ടുപെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നടന്ന് കേബിൾ കാറിൻ്റെ അടുത്ത് ഏകദേശം എത്താനായി. പിന്നെ അവിടുന്ന് ബെറീസൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുട വാങ്ങിക്കുകയാണ് ചെയ്തത്. കേബിൾ കാറിൻ്റെ അവിടെ ഓൾറെഡി ഈ ഗൈഡ് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അവരെന്തോ ഫോണിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് കയറാൻ പറ്റും. ഈ കേബിൾ കാറിൽ കയറുന്ന എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടുത്തെ വ്യൂവും കാണാം. പിന്നെ ഈ കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമുക്ക് മദർ ഓഫ് ജോർജിയനെ കാണാൻ കേട്ടോ. അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല, ഇവിടുന്ന് അപ്പുറം കടക്കണം. അതും ഈ കേബിൾ കാറിൽ തന്നെ പോയിട്ട് മദർ ഓഫ് ജോർജിയനെ കാണാൻ പറ്റുള്ളൂ.
നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അതിലിരിക്കുമ്പോൾ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ കൂടെ ഉണ്ടായ ആൾക്കാർ എന്താ പറയുക, എന്താ സോഷ്യൽ മീഡിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം അവർ ഇങ്ങനെ നോർമൽ വീഡിയോസ് അല്ലാണ്ട് വോയിസ് ഇട്ടും കൊണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട്. വരുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, പോകുമ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം രണ്ടും വേറെ വേറെ ആൾക്കാരാണ്, ഒരാൾക്കാരല്ല, പലരുമാണ് കയറുക. പിന്നെ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല താഴെ കാണുമ്പോൾ നല്ല രസമുള്ള വ്യൂ, മൊത്തത്തിൽ ഒരു ജോർജിയ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കേബിൾ കാറിൽ നിന്ന് ആ സൈഡിലേക്ക് എത്തി കേട്ടോ, മദർ ഓഫ് ജോർജിയൻ്റെ സൈഡിലേക്ക് എത്തി. ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് അവർ ഡാറ്റ ഇട്ടണം കേട്ടോ. ഏതാ പ്ലേസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള രീതിക്ക് നേരെ നടക്കുക ചെയ്തപ്പോൾ നിസ്കാക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. അങ്ങനെ നേരെ നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. എനിക്കിതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ കുറേ ടൂറിസ്റ്റ് ഉണ്ട്, അവരൊക്കെ നടന്നിട്ട് കൊഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് ഈ ആക്ടിവിറ്റീസൊക്കെ വരുന്നത്. ഈ ബലൂണ്ടതായാലും കേബിൾ കാറിനായാലും മദർ ഓഫ് ജോർജിയ ആണെങ്കിലും ആ ഒരു ബ്രിഡ്ജ് ആണെങ്കിലൊക്കെ ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിലൊക്കെ നടന്നിട്ട് വേണം കാണാൻ പോകാൻ. അങ്ങനെ കുറച്ച് ജ്യൂസിൻ്റെ വീഡിയോ, ഇങ്ങനെ കുറച്ച് അവരെ ഐറ്റംസ് ഉള്ള സാധനങ്ങളെ വീഡിയോ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ചന്തൊക്കെ പോലെ അങ്ങനെ ഉണ്ട്. ഇവർ ഇങ്ങനെ വീഡിയോസ് എടുക്കണമെന്നൊന്നും ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അവർ ഒന്നുകിൽ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം ഇവിടുത്തെ ഗ്രോസറിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ എഴുതി വെക്കാറുണ്ട് വീഡിയോസ് ഒന്നും എടുക്കരുത് എന്നുള്ള. ഇത് പിന്നെ ഞാൻ പേടിച്ചിട്ട് എടുക്കുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് വേഗം എടുത്ത് അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം അവരേറ്റ് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ എല്ലാവരും മുന്നിൽ നിന്ന് കുറവാ വേണ്ടി വരും. അങ്ങനെ ഏകദേശം മദർ ഓഫ് ജോർജിയൻ്റെ അടുത്തെത്താനായി കേട്ടോ. മദർ ഓഫ് ജോർജിയൻ്റെ അടുത്തെത്തുന്നതിൻ്റെ മുന്നായിട്ട് ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ജോർജിയ മൊത്തത്തിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മദറിൻ്റെ ഫേസും കാണാൻ പറ്റും. മദറിൻ്റെ അടുത്ത് നിന്നും കൊണ്ട് നമുക്ക് ഫേസ് കാണാൻ പറ്റില്ല. നല്ല രീതിക്ക് കാണണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് മദറിൻ്റെ ഫേസ് നോക്കാൻ. ഞാൻ പിന്നെ അത് എടുത്തില്ല, ഞാൻ അത്രയും ടയേർഡായിരുന്നു. ഞാൻ അവിടെ സൈഡിലിരിക്കുകയാണ് ചെയ്തത്. ഗൈഡ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ടിബിലിസി സിറ്റി മൊത്തത്തിൽ നമ്മൾ അവിടെ നിന്ന് കണ്ട് പിന്നെ നമ്മൾ മദറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് കുറച്ചോളൂ കേട്ടോ പിന്നെ മദറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഒരു ആശ്വാസമായി, കാരണം ഈ മദറിനെ കാണാനാണ് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് വന്നത്. അങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഗിറ്റാറൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ടേനു. നമ്മൾ ഇത്രയും ടയേർഡായിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സോങ്ങൊക്കെ ഇങ്ങനത്തെ ഒരു മ്യൂസിക്കൊക്കെ കേൾക്കാറുണ്ട്, ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഈ മദറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മൗണ്ടൈൻ്റെ ഒരു വ്യൂ ഒക്കെ ആണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ടിബിലിസി സിറ്റി ജോർജിയൊക്കെ കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവർ പറയുന്ന ഈ ഒരു വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ സമ്മർ ടൈം അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങിയിട്ടൊക്കെ കാണുന്നത്, നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ മദറിന് എന്തോ വലിയൊരു പ്രസക്തി ഈ ജോർജിയക്കാർ കൊടുക്കുന്നുണ്ട്, എന്തോ ഒരു വലിയ സ്റ്റോറി ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അതെനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് ആകെ അറിയാം ഈ കൺട്രിയിൽ ഫസ്റ്റായിട്ട് വന്നത് ഈ മദറാണെന്നുള്ളതേ അറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കേബിൾ കാറിൽ കയറി അപ്പുറത്തെ സൈഡ് കടന്ന് ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ ഗൈഡിൻ്റെ കഴിഞ്ഞുണ്ട്. ഇനി നാളാണ്. അപ്പോൾ നമ്മളോട് ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാമെന്നുള്ള രീതിക്കായി ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇറക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.